മലയാള സിനിമയുടെ പെരുന്തച്ചൻ എന്ന വിശേഷണം ഒരാൾക്കേ ചേരൂ. അത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം തിലകനാണ്. മലയാളത്തിന്റെ അഭിനയ സാമ്രാട്ട് തിലകൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 13 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അഭിനയ മികവ് കൊണ്ടും വേഷങ്ങളുടെ വൈവിധ്യം കൊണ്ടും മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന അഭിനേതാവാണ് തിലകൻ. ശബ്ദഗാംഭീര്യം കൊണ്ടും വികാരതരളിതമായ ഭാവാഭിനയം കൊണ്ടും മലയാളികളുടെ മനസ്സ് കീഴടക്കിയ അതുല്യ നടൻ മലയാളികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. എവിടെയും ആരോടും മുഖം നോക്കാതെ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത വ്യക്തി കൂടിയായിരുന്നു തിലകൻ. പെരുന്തച്ചനിലെ രാമൻ എന്ന കഥാപാത്രം തിലകന് നേടിക്കൊടുത്ത വിശേഷമാണ് അഭിനയകലയിലെ പെരുന്തച്ചൻ എന്നത്. മലയാളിയെ ആഴത്തിൽ സ്പർശിച്ച കഥാപാത്രമായിരുന്നു അത്. പെരുന്തച്ചനിലെ തച്ചനും, മൂന്നാം പക്കത്തിലെ തമ്പി മുത്തശ്ശനും, കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ നടേശൻ മുതലാളിയും, യവനികയിലെ വക്കച്ചനും, കിരീടത്തിലെ അച്യുതൻ നായരും, സ്ഫടികത്തിലെ ചാക്കോ മാഷും, കാട്ടുകുതിരയിലെ കൊച്ചുപാവയുമൊക്കെ മലയാളികളുടെ മനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞ തിലക കഥാപാത്രങ്ങൾ തന്നെയാണ്. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിട. നാടകങ്ങളിലൂടെ തന്റെ കലാജീവിതം തുടങ്ങിയ തിലകൻ 1956 പഠനം ഉപേക്ഷിച്ച് പൂർണ്ണസമയ നാടക നടനായി. 1979 ഉൾക്കടൽ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് തിലകൻ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1981 കോലങ്ങൾ എന്ന ചിത്രത്തിൽ മുഴുക്കുടിയനായ കള്ളുവർക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രധാന വേഷങ്ങളിലേക്ക് കടന്നു. യവനിക, കിരീടം, മൂന്നാം പക്കം, സ്ഫടികം, കാട്ടുകുതിര, ഗമനം, സന്താനഗോപാലം, ഋതുഭേദം, ഉസ്താദ് ഹോട്ടൽ, ഇന്ത്യൻ റുപ്പി എന്നിവ തിലകന്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാന ചിത്രങ്ങളാണ്. ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രമാണ് സീൻ 1 നമ്മുടെ വീട്. ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹത്തെ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്നാണ് 2012 സെപ്റ്റംബർ 24 പുലർച്ചെ 3:35 അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്.